بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون واعلموا أنما أموالكم وأولادكم فتنة والله عنده أجر عظيم. من സഹോദര സഹോദരിമാരെ, അതിഥികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനെ ഭയപ്പെട്ട് ജീവിക്കുക, കേൾക്കുന്ന ഉപദേശങ്ങൾ പകർത്താൻ പരിശ്രമിക്കുക, 5 വക്ത് നമസ്കാരം അതാതിൻ്റെ സമയത്ത് പള്ളിയിൽ വെച്ചിട്ട് തന്നെ ജമാഅത്തോടു കൂടി നമസ്കരിക്കാൻ നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ ശ്രദ്ധ ചെലുത്തുക. കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെല്ലാം നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് ഇന്ന് ഖുതുബയിൽ ചർച്ച ചെയ്തതായ വിഷയം യഥാർത്ഥത്തിൽ അൽ ഹഖു മാ ഷഹിദത് ബിഹിൽ അഅദാഉ എന്ന് അറബി പഴമൊഴി പറയാറുണ്ട് എന്നതിനെ ചൊല്ലി വിശദീകരണം നൽകുകയായിരുന്നു. അതോടൊപ്പം ഭീകരതയിലേക്ക് ഖുതുബയുടെ മധ്യഭാഗത്തിൽ സൂചന നൽകുകയും ചെയ്തു അദ്ദേഹം. നാം പഠിക്കേണ്ട അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി ഇന്ന് ഖുതുബ ഓതിയപ്പോൾ അദ്ദേഹം നുസ്രത്ത് എന്ന സബ്ജക്റ്റ് വിശദീകരിക്കുകയുണ്ടായി. അതും കഴിഞ്ഞ ക്ലാസ്സിൽ മക്കയിൽ നടന്നതായ വിഷയവുമായിട്ട് ബന്ധമുള്ളതായ സബ്ജക്റ്റാണ്. അപ്രകാരം റിയാദിൽ നിന്ന് നടന്നതായ ഖുതുബയിൽ, അഥവാ ഇവിടുത്തെ റേഡിയോ പ്രക്ഷേപണം നടത്തുന്നതായ ഖുതുബയിൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് അബ്ദുള്ള ആൽ ഷെയ്ഖ്, ഇവിടുത്തെ ചീഫ് മുഫ്തി, അൽ അമാന എന്ന വിഷയവുമാണ് ചർച്ചക്കെടുത്തത്. എല്ലാം ഞാൻ പറഞ്ഞതുപോലെ നാം പഠിക്കേണ്ട, നാം ഗ്രഹിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട, നാം ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങളാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതെ, നമ്മുടെ ശത്രുക്കൾ ലോകത്തിൻ്റെ ഏത് തുറകളിലാണെങ്കിലും നമ്മുടെ മതത്തെ പലരും
അവരിൽ നിന്നുള്ള നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന മുൻസിഫീങ്ങൾ, ഇൻസാഫോടുകൂടി ചിന്തിക്കുന്നവർ, അവർ ഈ മതത്തെ പൊക്കിപ്പറയുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. അതിൻ്റെ നന്മകൾ അവർ എഴുതുന്നു, പ്രസംഗിക്കുന്നു. അതൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശത്രുക്കൾ പറയേണ്ട ആവശ്യമില്ല. ആ ശത്രുക്കൾ അങ്ങനെ നമ്മുടെ എതിർ വിഭാഗം നമ്മുടെ മതത്തെ പൊക്കി പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഈമാൻ പുതുകാനോ വളരാനോ അല്ലെങ്കിൽ നമ്മെ മതത്തിൽ ഉറപ്പിക്കാനോ ഒന്നും തന്നെ അത് സഹായകമാകുന്നില്ല, സഹായകമാകേണ്ടതും ഇല്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ അറബി പഴമൊഴിയുണ്ട്, അൽ ഹഖു മാ ഷഹിദത് ബിഹിൽ അഅദാഉ. സത്യം സത്യനിഷേധികൾ സ്ഥിരീകരിക്കുന്നതാണ്. സത്യം എതിർ വിഭാഗം, ശത്രുവിഭാഗം യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നതാണ്. അഥവാ നമ്മുടെ എതിർ വിഭാഗമായതോടുകൂടി, നമ്മുടെ ശത്രുക്കളായതോടുകൂടി നമ്മുടെ മതത്തിൻ്റെ നന്മകൾ അവർ പറയുന്നത് നമ്മുടെ മതത്തിന് നന്മയുള്ളത് കൊണ്ടാണ്, മതം നന്മയുടെ മതമാണ് എന്നതുകൊണ്ടാണ് എന്നത് നാം കരുതേണ്ടതാണ് എന്നതാണ് ഇന്ന് മക്ക ഇമാം ഖുത്ബയിൽ തുടങ്ങിയതായ വിഷയം. അതെ, അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന വേളയിൽ ഇന്നത്തെ യുഗത്തിൽ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ, നമ്മുടെ വിരോധികൾ നമ്മുടെ മതത്തെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അവർ പൊക്കിപ്പറയുന്നുണ്ടെങ്കിൽ, വാഴ്ത്തിപ്പറയുന്നുണ്ടെങ്കിൽ, അതേ സമയത്ത് മുസ്ലിങ്ങളായി ജനിച്ച, മുസ്ലിങ്ങളുടെ തറവാട്ടിൽ ജനിച്ച, മുസ്ലിം നാട്ടിൽ തന്നെ ജീവിക്കുന്ന, മുസ്ലിങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ വാപ്പയും വലിയാപ്പയും അവർക്ക് മുമ്പുള്ളവരുമെല്ലാം ഞങ്ങളുടെ ചേതാക്കളും നേതാക്കളൊക്കെ മുസ്ലിങ്ങളാണെന്ന് അഭിമാനിക്കുന്ന അങ്ങനെയുള്ള കനേഷ്മാര് മുസ്ലിങ്ങൾ, ജനന സർട്ടിഫിക്കറ്റ് മുസ്ലിങ്ങൾ എന്ത് കാട്ടുന്നു ഇന്ന്? ആ ഇസ്ലാമിനെ മറ്റുള്ളവർ പൊക്കിപ്പറയുമ്പോൾ ഇവർ താഴ്ത്തിപ്പറയുന്നു. മദീന ഇമാം ഖുത്ബയുടെ തുടക്കത്തിൽ നൽകിയതായ മുഖവര പറയാൻ പോകുന്നുണ്ട് എന്നതുപോലെ. അപ്പോൾ അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ മതത്തിൽ അടിയുറച്ച് ജീവിക്കേണ്ട, നാം മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കേണ്ട, നമ്മുടെ പ്രവർത്തനത്തെ കണ്ടിട്ട് മറ്റു മതസ്ഥരെ പഠിക്കാൻ, നമ്മുടെ മതത്തിലേക്ക് വരാൻ നാം കാരണമായി തീരേണ്ട അങ്ങനെയുള്ള മുസ്ലിങ്ങൾ തന്നെ ആ ഇസ്ലാമിനെ തള്ളിപ്പറയുന്നു, പർദയെ തള്ളിപ്പറയുന്നു, താടിയെ തള്ളിപ്പറയുന്നു, ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ പല പല കാര്യങ്ങളെ തള്ളിപ്പറയുന്നു, ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങളെ തള്ളിപ്പറയുന്നു. അപ്രകാരം പലിശ പോലത്തെ കാര്യങ്ങളെ അത് ഇന്നത്തെ യുഗത്തിൽ നടപ്പാക്കാൻ പറ്റുന്നതല്ല എന്ന അറിവില്ലായ്മയുടെ പര്യായത്തിലേക്ക് എത്തിയതായ മുസ്ലിം വേഷധാരികൾ അങ്ങനെയും പറഞ്ഞു നടക്കുന്നു. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ മതത്തിനുള്ള വളർച്ച നമ്മുടെ കയ്യിലൂടെയല്ലെങ്കിൽ നമ്മുടെ മതത്തിനുള്ള തകർച്ച നമ്മുടെ കയ്യിലൂടെയാവരുത്. മനസ്സിലായോ? നമ്മുടെ മതം വളരാൻ നാം കാരണക്കാരല്ലെങ്കിലും നമ്മുടെ മതം തകരാൻ കാരണക്കാരാവരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മുടെ മതം നമ്മിലൂടെ തകരാൻ നാം കാരണക്കാരാവരുത്. അതാണ് ഇപ്പോൾ അറിഞ്ഞിട്ടോ അറിയാതെയോ പലരും കാട്ടാറുള്ളത്. പണ്ഡിത വേഷധാരികൾ വരെ കാട്ടാറുള്ളത്. പണ്ഡിതന്മാരെന്ന് പറയുന്ന യഥാർത്ഥ പണ്ഡിതന്മാരല്ല, പണ്ഡിത വേഷധാരികൾ വരേക്കും കാട്ടാറുള്ളത്. ബുദ്ധിപൂജകന്മാർ, പ്രത്യേകിച്ച് ബുദ്ധിപൂജകന്മാരുടെ പേര് അറബി ഭാഷയിൽ അൽ അസ്റാനിയൂൻ, അൽ അഖലാനിയൂൻ എന്നൊക്കെയാണ്. നിങ്ങൾ ധരിക്കരുത് ഞാൻ ഈ ബുദ്ധിപൂജകന്മാരെ എല്ലാ ക്ലാസ്സിലും പറയുമ്പോൾ അത് കേരളത്തിലുള്ളതായ രോഗം മാത്രമാണ് എന്ന്. അല്ല, ലോകവ്യാപകമാണ്. ലോകത്തിലെല്ലായിടങ്ങളിലുമുണ്ട്, സൗദി അറേബ്യയിലുമുണ്ട്. മുസ്ലിങ്ങളായിട്ട് ജനിച്ച് മുസ്ലിങ്ങളായി മാതാപിതാക്കൾ മുസ്ലിങ്ങളായ അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ തന്നെ ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ ഏതെങ്കിലും നെറ്റിൽ കൂടി കാണുന്നതായ വാർത്തയിലൂടെ അല്ലെങ്കിൽ ലേഖനത്തിലൂടെ അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് യാത്ര ചെയ്തതിലൂടെ അവിടെ പഠിക്കാൻ പോയതിലൂടെ അവിടെ താമസിച്ചതിലൂടെ അല്ലെങ്കിൽ വല്ല ഫിലിമുകളിലൂടെയോ ആക്ടിങ്ങിലൂടെയോ പല നിലക്കും അവൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തെ തള്ളി പറയുന്ന കാണുമ്പോൾ ശരിയാണ്, ഇവർ പറയുന്നത് ശരിയാണ് എന്ന് തോന്നും. മനസ്സിലായില്ലേ? ഞാൻ ഇന്നലെ മിനിയാന്ന് രാത്രി പറഞ്ഞതുപോലെ അമേരിക്കയിൽ പേര് കേട്ടതായ ഒരു കളിക്കാരൻ, ആ നാട്ടിൽ കൊള്ളരുതാത്ത മനുഷ്യനാണ് അവൻ.
ആ നാട്ടിൽ അവനൊരു പേരും പെരുമയുമില്ല. ആ നാട്ടുകാർ തള്ളിപ്പറയുന്ന മനുഷ്യനാണവൻ, വലിയ കുടിയന്മാരുടെ കൂട്ടത്തിലാണവൻ. എന്നിട്ട് പോലും നമ്മുടെ കുട്ടികൾ, അവൻ ധരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ കുട്ടികൾ ധരിക്കും. അവൻ ധരിക്കുന്നതായ ഡ്രസ്സിന്റെ കളറ് തന്നെ നമുക്ക് ഉപയോഗിച്ച് വരണം. അവൻ ഉപയോഗിക്കുന്ന കട്ട് നമ്മുടെ കുട്ടികളുടെ കട്ട്. അങ്ങനെ അവനെ മാതൃകയായി കണ്ടെത്തുക എന്നത് നാം കാണുന്നതായ പ്രഹസനങ്ങളാണ് നമ്മുടെ മതത്തിൽ, നമ്മുടെ കുട്ടികളുടെ ഇടയിൽ. നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പ്രായം തികയാത്തവരല്ല, യുവാക്കളുടെ ഇടയിൽ ഇന്നത്തെ യുഗത്തിൽ. അങ്ങനെയുള്ള ഈ യുഗത്തിൽ പെട്ടെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതുപോലെ യുസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറാ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാകും, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെ ആകുമ്പോൾ കാഫിറാകും. എന്തുകൊണ്ട്? പരിസരം അങ്ങനെയാണ്, ചുറ്റുപാട് അങ്ങനെയാണ്, അന്തരീക്ഷം അങ്ങനെയാണ്. ഇസ്ലാമിൽ നിന്നിട്ട് ജനങ്ങളെ വേറോട് കൂടി ഇങ്ങനെ താഴെ നിന്ന് പറച്ചെടുത്തിട്ട് പുറത്തേക്ക് എറിയുന്ന രംഗമാണ് അന്നത്തെ കാലഘട്ടത്തിൽ കാണുക. അങ്ങനെയുള്ള യുഗം. അവൻ ഉൾക്കൊള്ളുന്നതായ പ്രസ്ഥാനത്തെ, ദീനിനെ, അവൻ ഉൾക്കൊള്ളുന്നതായ വിശ്വാസത്തെ, മതത്തെ അവൻ വളരെ വിലയില്ലാതെ വിറ്റ് കളയുന്നതാണ്. യാതൊരു വില കൽപ്പിക്കാതെ, വീടിക്കുറ്റിന്റെ വില പോലും നൽകാതെ അവൻ വിറ്റ് കളയുന്നതാണ്. അങ്ങനെയുള്ള യുഗം അവസാന കാലഘട്ടത്തിൽ വരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണ്. അങ്ങനെയുള്ള യുഗത്തിലാണ് നാം ജീവിക്കുന്നത് ഇപ്പോൾ എന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ ശത്രുക്കളൊരു ഭാഗത്തുനിന്ന് അറിഞ്ഞിട്ടോ അറിയാതെയോ പൊക്കിപ്പറയുമ്പോൾ നമ്മുടെ മതത്തെ പലരും, മുസ്ലിങ്ങളാകുന്നവർ തന്നെ ഇസ്ലാമിനെ താഴ്ത്തിപ്പറയുന്നു, ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നു, ഇസ്ലാമിനെ അതിൻ്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാരിത്തേക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അങ്ങനെ സംഭവിക്കൂല കേട്ടാ. സംഭവിക്കൂല എന്ന് പറഞ്ഞാൽ ആരെന്ത് കാട്ടിയാലും മുശ്രിക്കുകൾ വെറുത്താലും ശരി, കപട വിശ്വാസികൾ വെറുത്താലും ശരി, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായ ആ തോന്നിവാസികൾ വെറുത്താലും ശരി, അള്ളാഹുവിന്റെ തൗഹീദിനെ, അള്ളാഹുവിന്റെ ഖുർആനിനെ, അള്ളാഹുവിന്റെ സുന്നത്തിനെ, അള്ളാഹുവിന്റെ മതത്തെ അവൻ പൊക്കുക തന്നെ ചെയ്യും. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു മതങ്ങളുടെ മുമ്പിൽ, മറ്റു മതങ്ങളുടെ മീതെ മികച്ചു നിൽക്കുന്നതാക്കി മാറ്റുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്തതാണ്. പക്ഷേ ഇവിടെ കുറ്റം ചെയ്തവർക്ക് അതിനുള്ള തക്കതായ പ്രതികാരം ലഭിക്കും, നന്മ ചെയ്തവർക്ക് തക്കതായ പ്രതിഫലം ലഭിക്കും എന്നതുകൊണ്ട് ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നവർക്ക് നേരിടേണ്ടി വരുന്ന ആ മഹാ അപകടത്തിലേക്ക് സൂചനയാണ്. എന്നല്ലാതെ മതത്തിനൊരു കോട്ടവും വരില്ല. മതം അതേ രൂപത്തിൽ ഖിയാമത്ത് നാൾ വരെ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അത് നടന്നുകൊണ്ടിരിക്കും, അത് ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കും, ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കും, ലോകത്തിന്റെ മുന്നിൽ ചോദ്യം ചിഹ്നമായി നിൽക്കുകയും ചെയ്യും. അതിനെ ഒന്നും കാട്ടാൻ പറ്റൂല. അതിന്റെ ഉടമകൾക്കാണ് നാശം. അതിന്റെ പിന്നിൽ അണിനിറക്കേണ്ടവരും അതിലൂടെ അഭിമാനം കൊള്ളേണ്ടവരുമായ മുസ്ലിങ്ങൾക്കാണ് നാശം, അവർക്കാണ് നാശം, അവര് നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ എന്നതാണ് നാം പറഞ്ഞു വരുന്നത്. സഹോദര സഹോദരിമാരെ, അതെ, അപ്പോൾ സത്യനിഷേധികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ ഈ മതത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ ചിന്തിച്ച് പഠിച്ചിട്ടാണ് അവർ ഇതിനെ പുകഴ്ത്തുന്നതും വാഴ്ത്തുന്നതും, അല്ലാതെ എന്തെങ്കിലും ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. അതൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല എന്നത് ഇസ്ലാം സത്യമതം അല്ല എന്നത് കൊണ്ടല്ല. നാം പറയാറുണ്ടല്ലോ, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ദൂതരാണ്, സത്യം അദ്ദേഹത്തിന്റെ കൂടെയാണ്, ഖുർആൻ സത്യമാണ്, ഈ മതം സത്യമാണ് എന്നത് ക്രിസ്ത്യാനികൾക്ക് പരിചയമുണ്ട്, ജൂതന്മാർക്ക് പരിചയമുണ്ട്. ആർക്ക്? ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അഹ്ലു കിതാബികൾക്ക് ഈ മതം സത്യമതമാണെന്ന് പരിചയമുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അവരുടെ മക്കളെ പരിചയമുള്ളതുപോലെ അല്ലെ, ഒരാളുടെ കുട്ടി ഒരു കോടി മനുഷ്യന്മാരുടെ കൂടെ പെട്ടുപോയാൽ സ്വന്തം കുട്ടികളെ അറിയാതെ വന്നു പോകില്ലല്ലോ. സ്വന്തം കുട്ടിയെ, എൻ്റെ മകനെ എനിക്കറിയാതെ വന്നു പോകുമോ? ഇല്ല. അത് എത്ര സാഹിത്യ ശൈലിയാണ് അള്ളാഹ് പറയുന്നത്. കമാ യഅരിഫൂന അബ്നാഹും, അവരുടെ മക്കളെ അറിയും പോലെ. അപ്പോൾ സ്വന്തം മക്കളെ പരിചയമുള്ളതുപോലെ അവനോട് തുല്യതയുള്ള വേറെ മക്കളുണ്ടെങ്കിലും സ്വന്തം മക്കളെ അറിയാതിരിക്കൂല അല്ലേ. എൻ്റെ മകനെ പോലെ വേറൊരു മകനുണ്ട്, കോലത്തിലൊക്കെ അതേപോലെയാണ്. എന്നാലും നിന്റെ മകൻ ഏതാണെന്ന് നിനക്കറിയാതെ വന്നു പോകൂല. അപ്പോൾ അത്രയും സാഹിത്യ ശൈലിയാണ്. സ്വന്തം മക്കളെ അറിയും പോലെ
ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഈ മതം സത്യമതമാണ്, ഈ മതത്തിന്റെ ഉടമയായ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ മീതിയാണെന്ന് അറിയുമെന്നാണ് വിശുദ്ധ ഫുർഖാനുൽ അളീം പറയുന്നത്. അതെ, അപ്പോൾ ഈ മുഖവുര മക്ക ഇമാമ് നൽകിയ ശേഷം പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും നമ്മുടെ മതസ്ഥരല്ലാത്തവരും ഇപ്പോൾ ഒരു പുതിയ കുറച്ച് വർഷങ്ങൾ ഇങ്ങോട്ട് പുതിയ ആദർശം കൊണ്ടുവന്നിരിക്കുക, പുതിയ ആശയം കൊണ്ടുവന്നിരിക്കുകയാണ്. അതെന്താണ്? ഈ മതം ഭീകരതയുടെ മതമാണ്. ഇർഹാബ് എന്നാണ് അറബി ഭാഷയിൽ പറയുക. ഭീകരതയുടെ മതമാണ് എന്ന് പറഞ്ഞാൽ അപകടമുണ്ടാക്കുന്ന, ആളെ കൊല്ലുന്ന, കൊന്നവരെ കൊല്ലുന്ന, അല്ലെങ്കിൽ കൊല അർഹപ്പെട്ടവരെ കൊല്ലുന്ന വിഭാഗമാണ് ഇവർ. അപ്പോൾ അപകടം ഇവരാണ് കാട്ടുന്നത്. ഈ ഭീകരത എന്ന് പറയുമ്പോൾ കൂട്ടക്കൊല വർഷങ്ങളായിട്ട് സ്ത്രീയിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ അത് ഭീകരതയല്ല. അതേ സമയത്ത് എവിടെയെങ്കിലും ഒറ്റ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നിട്ടുണ്ടെങ്കിലോ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിന് കൊല അവകാശമുള്ളതായ വല്ല പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ അവനെ പിടിച്ചിട്ട് ഹദ്ദ് ചെയ്യുന്ന, ആ ഹദ്ദ് നടപ്പാക്കുന്ന, അത് മഹാഭീകരതയാണ്. അത് മഹാമനുഷ്യ അവകാശത്തിന് വിപരീതമാണ് അവരുടെ ഭാഷയിൽ. മനസ്സിലായില്ലേ? അതാണ്. അതുകൊണ്ട് ഇമാം മക്കയിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസ് ഇന്ന് ഉണർത്തുകയുണ്ടായി. എന്ത് വേണം? മറ്റു മതസ്ഥർക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ മതം ഒരിക്കലും ഭീകരതയുടെ മതമല്ല. നമ്മുടെ മതം നന്മയുടെ മതമാണ്, നന്മ പഠിപ്പിക്കുന്ന മതമാണ്. നമ്മുടെ മതത്തിൽ നന്മ മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് കൊല്ലേണ്ടത്? ഈ മതം യാതൊരു പ്രയാസമില്ലാതെ ഭദ്രതയോടുകൂടി മുന്നോട്ട് കുതിച്ചു പോകുന്നതായ ഈ മതത്തിനെതിരിൽ പൊട്ടിപ്പുറപ്പെടുന്ന വിഭാഗം, അതിനെതിരിൽ പൊട്ടിപ്പുറപ്പെടുന്ന, അതിനെതിരിൽ പൊട്ടിപ്പുറപ്പെടുകയും അപ്രകാരം തന്നെ പൊട്ടിത്തെറി നടത്തുകയും ചെയ്യുന്ന വിഭാഗം, അവരെ പിടികൂടണം. അവരാണ് ഭീകരന്മാർ എന്നല്ലാതെ കൊലക്ക് അർഹപ്പെടാത്തവരെ കൊല്ലണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ഈ ലോകത്തിൽ എവിടെയെല്ലാം ഇത് അരാജകത്വം അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിൻ്റെ ഘടകം വിപരീതമായിട്ടുള്ളതായ ജീവിതം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം സംഭവിച്ചത് എന്താണ്? ഈ ഇസ്ലാം നിർത്തിയെടുത്ത് ജനങ്ങൾ നിൽക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം മനുഷ്യന്മാരൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ആ സ്ഥലത്ത് അവർ നിൽക്കുമ്പോൾ അവർക്ക് സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നു. നോക്കൂ, ലോകത്തിൻ്റെ മുമ്പിൽ തെളിവായി കാണുന്നതായ ഒരു നാടാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയുടെ അകത്തുള്ളതായ ആ നന്മ കണ്ടിട്ട്, ആ സുരക്ഷിതത്വം കണ്ടിട്ട് മറ്റുള്ളവർക്ക് അസൂയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളിൽപ്പെട്ടവർക്ക് തന്നെ അസൂയാണ്. മുസ്ലിങ്ങളിൽപ്പെട്ട അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പല വിഭാഗവും ഈ നാട്ടിലുള്ള ഭരണം പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു അവരെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ. നേരെ മറിച്ചാണ് സംഭവിക്കേണ്ടത്. അവര് ഈ മതത്തിന്റെ ഉടമസ്ഥന്മാരാണെന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ, ഈ മതക്കാരാണ് അവർ എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവർ വേണ്ടതെന്താണ്? ഈ ദീനിനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു നാട്, സൗദി അറേബ്യ പോലത്തെ നാട് ഉണ്ടായല്ലോ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതാണ്. അതിന് കൂട്ടുനിൽക്കേണ്ടതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്, അവരോട് സഹകരിക്കേണ്ടതാണ്. എന്നല്ലാതെ അങ്ങനെ തന്നെ വരണം, അവർ പോകണം, അവർ നശിക്കണം എന്ന് മനസ്സിലാക്കേണ്ടതല്ല. പലരും പറഞ്ഞു നടക്കുന്നത് പോലെ, പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ അവരെ അല്ലാഹു ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ. അപ്പോൾ മക്ക ഇമാം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ ഇതര മതസ്ഥർക്ക് അഥവാ മുസ്ലിങ്ങളല്ലാത്തവർക്ക് നമ്മുടെ മതം എന്തല്ല? പൊട്ടിത്തെറിയുടെ മതമല്ല. നമ്മുടെ മതം എന്തല്ല? ഭീകരതയുടെ മതമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നതാണ് രണ്ടാമതായിട്ട് അദ്ദേഹം ഉണർത്തിയതായ ഭാഗം. സഹോദര സഹോദരിമാരെ, എന്നാൽ നിങ്ങൾ നേരിട്ട് മദീനയിൽ കേട്ടതായ ഖുതുബ ആരാണ്? ഷെയ്ഖ് അബ്ദുൽ ബാരി സുബൈദി. അദ്ദേഹം ഓതിയതായ ഖുതുബയിൽ തുടക്കത്തിൽ തന്നെ ലോകത്തിലുള്ളതായ ജനത പല രൂപത്തിലാണ്
ഇപ്പോൾ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരും അല്ലാത്തവരും ജീവിക്കുന്നത്. അതിൽ ചിലർ അള്ളാനെ ചീത്ത പറയുന്നു, ചിലർ റസൂലുള്ളാനെ ചീത്ത പറയുന്നു. ഇസ്ലാമിനോടുള്ള ശത്രുത പ്രകടമാക്കുന്ന അക്രമികളുടെ കോലമാണ് ഈ പറഞ്ഞത്. ഒന്നിരിക്കലോ അള്ളാനെ ചീത്ത പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ചീത്ത പറയുക. മനസ്സിലായില്ലേ? ഈ മതത്തെ തള്ളിപ്പറയുന്ന വിഭാഗത്തിന് അവർ ഒറ്റപ്പെട്ടവരാവട്ടെ അല്ലാത്തവരാവട്ടെ അവർക്ക് ഭൗതിക ജീവിതത്തിൽ സമാധാനമുണ്ടാവില്ല, അവർക്ക് പ്രയാസമില്ലാതെ ജീവിക്കാൻ പറ്റൂല. അവരെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അള്ളാഹ് ശിക്ഷിക്കും. എൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്നു ഈ ദിവസങ്ങളിൽ ഒരു ഡെൻമാർക്ക് അറിയില്ലേ, അദ്ദേഹം, ഞാൻ ജോലി ചെയ്യുന്ന സെക്ഷൻ ഭാഷകളുടെ തലവനാണ്. അതുകൊണ്ട് പല ഭാഷ പരിചയമുള്ള കുട്ടികളും വിദ്യാർത്ഥികളും മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്നും മറ്റും ഓഫീസിലേക്ക് കടന്നു വരും. ഈ ഡെൻമാർക്കുകാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലല്ലേ റസൂലിൻ്റെ എതിരിൽ എന്തെഴുതിയത്? കാർട്ടൂൺ എഴുതിയത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറയാണ്, ഇതുപോലെ വേറൊരു സുഹൃത്തും പറഞ്ഞത് ഞാൻ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിരുന്നു. അദ്ദേഹം പറയാണ്, അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ട് അംഗരക്ഷകരില്ലാത്ത പുറത്തിറങ്ങാൻ സാധിക്കാത്ത രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അവിടെ ആകെ കൈ കൊണ്ടെണ്ണാൻ മാത്രം 1 ലക്ഷമോ 2 ലക്ഷമോ മുസ്ലിങ്ങളുള്ള നാടാണ്. അദ്ദേഹം പറയാണ്, ഗവൺമെന്റിന് ഇസ്ലാമിനോട് എതിർപ്പുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാം അത്. പക്ഷെ അത് അദ്ദേഹം ചെയ്തു കഴിഞ്ഞപ്പോൾ, കാർട്ടൂൺ എഴുതി വിട്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന് രക്ഷയില്ലാതായി മാറി. മുസ്ലിങ്ങൾ കൊന്നുകളയുമോ എന്ന് പേടിയായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് തടങ്ങ് പോലെ താമസിക്കുന്നു. എവിടെയാണ് എന്ന് പരിശോധിച്ചാൽ കാണൂല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തിൽ ചെന്നാൽ ആരെങ്കിലും മതിലിലേക്ക് തൊട്ടാൽ സൈറോൺ കൂകും. എന്തുകൊണ്ട്? മൂപ്പർക്ക് വിവരം നൽകുകയാണ്, ആരോ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തിലുണ്ട് എന്ന്. അങ്ങനെ പേടിപ്പനി പിടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അദ്ദേഹം എന്നതാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഒരു 10-20 കൊല്ലം മുമ്പ് ഒരു വ്യക്തി, സൽമാൻ റുഷീദ്, അദ്ദേഹത്തിന്റെ പേര് മറന്നു കാണുമല്ലോ നിങ്ങളെ പോലത്തവരെ മറക്കാൻ പാടില്ല, ലോകം മറന്നിരിക്കുകയാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി. എന്തിനാണ്? അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്? അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ്? ബ്രിട്ടനിലാണ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ ആളാണ്, റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വ്യഭിചാരിണികളാണെന്ന് പറഞ്ഞ ആളാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തക്കതായ പ്രതികാരം അദ്ദേഹം നൽകുകയോ അല്ലെങ്കിൽ ഹിദായത്താക്കുകയോ ചെയ്യട്ടെ. പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഇന്ത്യയിലേക്ക് പോയി. കൽക്കത്തയിലെ എവിടെയോ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ, ആ നാട്ടിലുള്ള പ്രധാനമന്ത്രി ഹിന്ദുവാണ്. ഹിന്ദു തന്നെ പറഞ്ഞു, നിങ്ങളുടെ റിസർച്ച് ഇവിടെ വേണ്ട, നിങ്ങളുടെ റിസർച്ച് വിപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് കൊടുത്തില്ല എന്നുള്ള വാർത്ത വായിക്കാൻ സാധിച്ചു. അപ്പോൾ എവിടെയും തള്ളപ്പെടുന്നു റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവർ. മുസ്ലിങ്ങളുടെ മുമ്പിലും തള്ളപ്പെടുന്നു, അമുസ്ലിങ്ങളുടെ മുമ്പിലും തള്ളപ്പെടുന്നു. അത് ഭൂമിയിലുള്ള ശിക്ഷയാണ്. വേറെ അത് വെറും താൽക്കാലികമുള്ളതായ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ്. ഡിന്നർ വേറെയുണ്ട് പരലോകത്തിൽ ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ ഡിന്നർ കിട്ടും. അതേ രൂപത്തിലാണ് മരിച്ചതെങ്കിൽ അള്ളാഹ് നമ്മെ സന്മാർഗത്തിൽ അടിയുറച്ച് നിർത്തട്ടെ. പറഞ്ഞു വരുന്നത്, മദീന ഇമാം ഖുത്ബ ആരംഭിച്ചപ്പോൾ തന്നെ അള്ളാഹിനെ ചീത്ത പറയുന്നവർ ഉടലെടുത്തു, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഉടലെടുത്തു. അതുപോലെ റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവരും ഉടലെടുത്തു, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലും ഉടലെടുത്തു. അതുപോലെ ഖുർആനിനെ കരിക്കുന്നവരുണ്ടായി, മുസ്ഹഫിനെ കരിക്കുന്നവരുണ്ടായി. ഇതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഇനത്തിൽ പല ഇനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് പറയുകയാണ്. അങ്ങനെ ഈ വിശുദ്ധ മതത്തിന്റെ നിയമാവലികളെ തരം താഴ്ത്തുന്നവര് മുസ്ലിങ്ങളുടെ അണിയിൽ ഉണ്ടായി. നമ്മുടെ ബുദ്ധിക്ക് യോജിച്ച് സ്വീകരിക്കാം, അല്ലാത്തത് തള്ളാമെന്ന് പറയുന്ന വിഭാഗവും മുസ്ലിങ്ങളുടെ ഇടയിൽ വളർന്നു വന്നു. അങ്ങനെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മുസ്ലിങ്ങളെ പല രൂപത്തിലും ആക്രമണങ്ങൾ ഏറ്റുകൊണ്ടേ ഇരിക്കുന്നു, ഇസ്ലാമിനെതിരെയുള്ള ആക്രമണങ്ങൾ അയച്ചുകൊണ്ടുകൊണ്ടേ ഇരിക്കുന്നു. അതേ സമയത്ത് ഏറ്റവും വലിയ അക്രമം ഇപ്പോൾ നടക്കുന്നത് എവിടെയാണ്? അത് സിറിയ പോലോത്തതായ, ബർമ്മ പോലോത്തതായ നാടുകളിൽ. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. സിറിയ പോലോത്ത, ബർമ്മ പോലോത്ത നാടുകളിൽ മഹാപരാക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതെല്ലാം ലോകം കണ്ടുകൊണ്ടേ ഇരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമ്മുടെ ബാധ്യത എന്താണ്? മുസ്ലിങ്ങളുടെ ബാധ്യത എന്താണ്? മദീനയിലുള്ള ഇമാമിന്റെ ഖുത്ബയാണ്. അദ്ദേഹം പറയുന്നു, മുസ്ലിങ്ങളുടെ ബാധ്യത നുസ്രത്താണ്. എന്താ നുസ്രത്ത് എന്ന് പറഞ്ഞാൽ? സഹായിക്കലാണ്. وإذ قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله. ഈസ നബി അലൈഹി സ്വലാം പണ്ട് ചോദിച്ചു, അവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹിലേക്ക്, അള്ളാഹുവിന് വേണ്ടി സഹായിക്കാൻ, അവന്റെ മതത്തെ സഹായിക്കാൻ എൻ്റെ കൂടെ വരുന്നവർ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഹവാരിങ്ങൾ പറഞ്ഞു, ഞങ്ങളാണ് അൻസാരികൾ, അള്ളാഹുവിന്റെ അൻസാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങി.
അപ്പോൾ ഒരു വിഭാഗം അവരിൽ വിശ്വസിച്ചു, മറ്റൊരു വിഭാഗം വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു എന്ന് ആയത്ത് പറഞ്ഞുകൊണ്ട് ഓതിയും കൊണ്ട് ഇന്ന് ഡോക്ടർ ആരാണ്, അബ്ദുൽ ബാരിസ് ബൈത്തി മദീനയിൽ പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ സഹായിക്കാൻ മുസ്ലിം ലോകമേ നിങ്ങൾ രംഗത്തിറങ്ങണം. ഈ മതത്തെ സഹായിക്കലാണ് അള്ളാഹിനെ സഹായം. അള്ളാഹിനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യമില്ല. പിന്നെയോ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിച്ചില്ലെങ്കിൽ, അഥവാ അള്ളാഹിന്റെ മതത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, നമുക്ക് ഡ്യൂട്ടി തരികയാണ്. നമ്മുടെ ഡ്യൂട്ടിയാണ് അള്ളാഹിന്റെ മതത്തെ ഇവിടെ നിലനിർത്താം, ആ മതത്തെ പ്രചരിപ്പിക്കുക. അത് കാസർഗോട്ടിലാണെങ്കിൽ, മംഗലാപുരത്താണെങ്കിൽ, മലപ്പുറത്താണെങ്കിൽ, കോഴിക്കോട്ടാണെങ്കിൽ, എവിടെയാണെങ്കിലും ഓരോ നാട്ടുകാർ, എൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ ഉടുപ്പി മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാർ ചിലപ്പോൾ സദസ്സിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ നാട്ടിലുള്ളവർക്ക് വരാനുള്ള ചാൻസ്, മദീനയിൽ വരാനുള്ള ചാൻസ് കിട്ടുമ്പോൾ ഇവിടുത്തെ സദസ്സിൽ വരാൻ ചാൻസ് കിട്ടുന്നു. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ബാധ്യത നിർവഹിക്കുകയാണെങ്കിൽ കേരളം മുഴുവനും, അതുപോലെ തന്നെ കർണാടക മുഴുവനും, എല്ലാ നാടുകളെ നന്നാക്കാൻ നാം ജനങ്ങളിലൂടെ, ആൾക്കാരിലൂടെ സാധിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇമാം പറയുന്നത്, മുസ്ലിങ്ങളുടെ ബാധ്യത എന്താണ്? അവരവർ ഈ മതത്തെ സഹായിക്കുക എന്നത് അവന്റെ ബാധ്യതയാണ്. പറഞ്ഞു, ഓരോ സഹാബാക്കൾക്ക് ഓരോ ഡ്യൂട്ടി ആയിരുന്നു. എല്ലാവരും ആലിമുകളല്ലായിരുന്നു, എല്ലാവരും ക്ലാസ് എടുക്കല്ലായിരുന്നു, എല്ലാവരും യുദ്ധം ചെയ്യല്ലായിരുന്നു, അല്ലേ? അല്ല, ഒരാൾക്ക് സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന ആള് വലിയ പേരെടുത്ത ആളാണ്. എന്തിൽ? ഫറായിദ് പോലത്തതായ കാര്യങ്ങളിലും ഫിഖ് മസ്അലകളിലും. അപ്രകാരം തന്നെ ഖാലിദ് ബിൻ വലീദ് മഹാ കഴിവുള്ള ആളാണ്. എന്ത്? പോർക്കളത്തിൽ ഇറങ്ങിയിട്ട് പോരാടാൻ. സൈഫുല്ലാ, അള്ളാഹിന്റെ ഊരപ്പെട്ട വാള് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ, സൈഫുല്ലാ. മനസ്സിലായില്ലേ? അപ്രകാരം തന്നെ ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദിനെ പോലത്തവര് മഹാ അഗ്രഗണ്യ ഹദീസിൽ പാണ്ഡിത്യമുള്ളതായ പണ്ഡിതന്മാരാണ്. അപ്രകാരം തന്നെ മഹാനായ ഹദീസ് റിപ്പോർട്ടകന്മാരിൽ പേരെടുത്ത വ്യക്തിയാണ് അബൂ ഹുറൈറ. ഓരോ വ്യക്തിക്ക് ഓരോ ഡ്യൂട്ടിയാണ്. എല്ലാവരുടെ കയ്യിലും ഒരുപോലെയുള്ള കഴിവില്ല. ഓരോ വ്യക്തികൾക്ക് ഓരോ കഴിവാണ്. അയാൾക്ക് കെട്ടിടം കെട്ടാനുള്ള കഴിവ്, ഇയാൾക്ക് എഞ്ചിനീയർ ആവാനുള്ള കഴിവ്, അയാൾക്ക് ഡോക്ടർ ആവാനുള്ള കഴിവ്, മറ്റുള്ള വ്യക്തിക്ക് മദ്രസ കെട്ടാനും സ്കൂൾ ഉണ്ടാക്കാനും കാശ് പിരിപ്പിക്കാനും ഓരോ വ്യക്തിക്ക് ഓരോ കഴിവായിരിക്കും. അപ്പോൾ ഓരോരുത്തരും അവരവരിലുള്ളതായ കഴിവുകളെ എന്ത് ചെയ്യുക? ഇസ്ലാമിന് വേണ്ടിയാക്കി മാറ്റുക. എഞ്ചിനീയർ ആയിക്കോളീൻ, ഡോക്ടർ ആയിക്കോളീൻ, ഇസ്ലാമിൽ തെറ്റില്ല. പക്ഷെ അതേ സമയത്ത് ഓരോ വ്യക്തിക്കുള്ള കഴിവിനെ എന്ത് ചെയ്യുക? മുസ്ലിങ്ങളുടെ ഇടയിൽ ഡോക്ടർമാരുടെ ആവശ്യമുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ എഞ്ചിനീയർമാരുടെ ആവശ്യമുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിൽ പണ്ഡിതന്മാരുടെ ആവശ്യമുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയോ മിനിഞ്ഞാന്ന് രാത്രിയോ സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി, എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് സ്റ്റഡി നൽകുന്ന കാര്യത്തിൽ പറഞ്ഞു, എന്താ ദൂതരെ, നിങ്ങൾ എല്ലാരെയും യുദ്ധത്തിന് ആക്കൽ ശരിയല്ല. മദീനത്തിലുള്ള എല്ലാ സഹാബാക്കളും യുദ്ധത്തിന് പോയാൽ ഇൽമു പഠിക്കാൻ ആരാ പിന്നെ? ഇസ്ലാമിന്റെ അടിസ്ഥാനം ഏതാണ്? അത് ഇൽമാണ്, അല്ലെ? അത് ഖുർആനാണ്, അത് സുന്നത്താണ്. അത് പഠിച്ചവരിവിടെ ഉണ്ടാവണം. അതുകൊണ്ട് എന്ത് വേണം? ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീനി വലിയുൻദിറൂ ഖൗമഹും ഇദാ റജഉ ഇലൈഹിം ലഅല്ലഹും യഹ്ദറൂൻ. എന്തേ അവരിൽ നിന്നിട്ടൊരു വിഭാഗം റസൂലുള്ളാഹിന്റെ ബാക്കിൽ ചടഞ്ഞുകൂടിയില്ല? എന്തേ എല്ലാവരും യുദ്ധത്തിന് പോകുന്നത്? അത് ശരിയല്ല. എല്ലാവരും യുദ്ധത്തിന് പോകാൻ പാടില്ല. പ്രത്യേകിച്ച് യുദ്ധം ഇസ്ലാമിൽ വരികയാണെങ്കിൽ പണ്ഡിതന്മാരെ പോലോത്ത, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ളവരെ പോലോത്തവർ അതിന് സഹായകമായി എടുക്കാന്നല്ലാതെ യുദ്ധത്തിൽ അവരെ കൊണ്ടുപോകേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഏതോ ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ വേണ്ടി റസൂൽ ഇല്ലാതെ പോകാൻ വേണ്ടി പോകുന്നതായ വാർത്ത കേട്ടപ്പോൾ റസൂൽ പറയുകയുണ്ടായി, നിങ്ങളുടെ ഈ യാത്രയിൽ എനിക്ക് നിങ്ങൾ മരണപ്പെട്ടു എന്ന ദുഃഖവാർത്ത ഉണ്ടാക്കുന്ന രൂപത്തിലായി പോകരുത് എന്ന ശൈലിയിൽ റസൂൽ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന് നിങ്ങളുടെ ആവശ്യമുണ്ട്, ഈ ഉമ്മത്തിന് നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങൾ വേണ്ട യുദ്ധത്തിന് പോകേണ്ടത് എന്ന് പറയും പോലെ അങ്ങനെ പച്ചയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ നിങ്ങൾ ഇന്ന് കേട്ട ഖുത്ബയിൽ പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ്. അബൂബക്കറും ഉമറും അവർക്ക് ആവശ്യമുള്ള, അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരുടെ കയ്യിലില്ലാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ അവിടെ രംഗത്തിറങ്ങി. അപ്രകാരം തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കോടീശ്വരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരാൽ കഴിയുന്ന രൂപത്തിൽ മഹാസഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. 1000ഓളം പേർക്കുള്ളതായ പടവസ്ത്രങ്ങളെ ധരിപ്പിച്ചുകൊണ്ട് തബൂക്ക് യുദ്ധത്തിലേക്ക് വിട്ടു. 100ഓളം വരുന്ന ഒട്ടകങ്ങളെ അല്ലെങ്കിൽ കുതിരകളെ തയ്യാർ ചെയ്തു. സുബ്ഹാനല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, എത്ര കാശ് വേണം, എത്ര കാശ് വേണം. എന്നിട്ട് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾക്കറിയാം, ഉസ്മാൻ കാട്ടിയതാണ് ഈ കാണുന്ന മദീനത്തെ പള്ളി. പണ്ട് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞ നിന്നാൽ തലമുട്ടുന്ന ചെറിയ പള്ളിയായിരുന്നു റസൂലുള്ളാഹിന്റെ പള്ളി. എപ്പോൾ? റസൂലുള്ള ജീവിച്ച കാലഘട്ടത്തിൽ. ഞാൻ പറയാറുണ്ട്, റസൂലുള്ള മരിക്കുന്നത് വരെ ഒരു ഖുർആന്റെ കോപ്പിയില്ല, ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു പള്ളിയുമില്ല കഅബയല്ലാതെ. മനസ്സിലായില്ലേ? ഇഷ്ടിക കൊണ്ട് കെട്ടിയ ഒരു പള്ളിയുമില്ല, ഒരു ഖുർആന്റെ കോപ്പിയുമില്ല. ആ കാലഘട്ടത്തിലാണ് റസൂലുള്ള മരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഖുർആന്റെ കോപ്പി വർദ്ധിക്കലല്ല മുഖ്യം, പള്ളികൾ വർദ്ധിക്കലല്ല മുഖ്യം. മുഖ്യം എന്താണ്? മുഖ്യം നിസ്കരിക്കുന്നവരുണ്ടാവലാണ്. മുഖ്യം എന്താണ്? മുഖ്യം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരുണ്ടാവലാണ്. മനസ്സിലായില്ലേ? ഖുർആന്റെ കോപ്പി ഉണ്ടാക്കണ്ടെന്നല്ല ഖുത്ബ ഓതിയത്, അതുപോലത്തെ ഞാൻ സംസാരിച്ചത്. മനസ്സിലായില്ലേ? ഖുർആന്റെ കോപ്പി വർദ്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ജസീറയിൽ മുഴുവനും ഇസ്ലാം പരന്നിട്ടുണ്ട്, ഇസ്ലാം എത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മദീനയുടെ റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ പരിസരത്തിലുള്ളവരോട് കാശ് കൊടുത്തിട്ട് ഭൂമി വാങ്ങി. എന്നിട്ടോ നിങ്ങൾ ഈ കാണുന്നതായ മദീനത്തെ പള്ളിയുടെ ആദ്യ ഭാഗം, പ്രത്യേകിച്ച് ഖിബലയുടെ ഭാഗം ആര് കെട്ടി? ഉസ്മാൻ. ആര്? കോടീശ്വരനായ ഉസ്മാൻ കെട്ടി. അദ്ദേഹം സ്വർഗം നേടിയ ആളാണ്. റസൂലുള്ളാഹി ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പല രംഗങ്ങളിലും സഹാബാക്കൾക്ക് സാധിക്കാത്ത കഴിവ് അദ്ദേഹം അത് ഉപയോഗിച്ചു. അദ്ദേഹത്തിനുള്ള കഴിവ് അതാണ്, അത് ഉപയോഗിച്ചു. വലിയ പട്ടാള ക്യാമ്പ്, റസൂലുള്ളാഹിന്റെ പട്ടാള ക്യാമ്പ്. ആ പട്ടാള ക്യാമ്പിൽ ജൂതന്മാരോട് യുദ്ധത്തിന് വേണ്ടി കാലഘട്ടത്തിലും മറ്റു വലിയ വലിയ യുദ്ധങ്ങൾക്ക് ഒരുങ്ങുന്ന കാലഘട്ടത്തിലും അവിടെ അവർക്ക് വെള്ളമില്ലാതെയായി. പക്ഷേ അവിടെ ഒരു കിണറുണ്ട്. ആ കിണർ ഒരു യഹൂദിയുടെ, ബീറു റോമ എന്ന കിണർ ഒരു യഹൂദിയുടെ കയ്യിലാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ബീറു റോമ വാങ്ങി തരുന്നത്? അദ്ദേഹത്തിന് സ്വർഗം. ഉസ്മാൻ പറയുന്നു, ഞാനാണ്. സ്വർഗം കിട്ടി. എന്തിലൂടെയാണ് സ്വർഗം കിട്ടിയത്? ബീറു റോമ എന്ന. ഇപ്പോൾ നിങ്ങൾക്ക് ആ കിണർ അവിടെയുണ്ട്, വെള്ളമില്ല കേട്ടാ. മലയാളക്കാരുടെ ദൃഷ്ടിയിൽ വെള്ളമുണ്ട്. നിങ്ങളല്ല മലയാളക്കാരെന്ന് പറഞ്ഞാൽ തട്ടിപ്പിൻ്റെ ആൾക്കാർ. മലയാളക്കാരിൽ തട്ടിപ്പിൻ്റെ ആൾക്കാർ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ആജിമാർക്ക് അവിടെ കൊടുക്കും. അവിടുത്തെ അകത്ത് പോകാൻ പറ്റൂല, അകത്ത് വലിയ പ്രയാസമാണ്, തിക്കും തിരക്കാണ്. വെള്ളം പിടിച്ചോ, ആ കിണറിൻ്റെ വെള്ളം നിറഞ്ഞ് കൊടുക്കും. കിണറിൽ പോയാൽ വെള്ളമുണ്ട്, അപ്പോൾ ഒട്ട കിണറാണേ, വെള്ളം അതില്ല. മഴ പെയ്താൽ വെള്ളം ഉണ്ടാവുന്നല്ലാതെ വെള്ളമില്ലാത്ത കിണറാണത്. ആ കിണറിലെ വെള്ളം എന്ന് പറഞ്ഞിട്ട് അല്ലാത്ത രൂപത്തിൽ ഇപ്പോൾ മണ്ണ് വിതരണം ചെയ്യുന്നില്ലേ? മണ്ണ് വിതരണം ചെയ്യുന്നു. കേരളത്തിലേക്ക് മണ്ണെത്തി. ഞങ്ങളുടെ കൂടെ മണ്ണ് ഉണ്ടെന്ന് പറയാൻ ആളില്ലേ? റൗദയുടെ മണ്ണ് വരെ ഞങ്ങളുടെ പോക്കറ്റിലുണ്ടെന്ന് പറയുന്നവരില്ലേ? മണ്ണ് വിതരണ പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി പറയുകയാണ്, ഇസ്ലാം പറയുകയാണ്, എന്ത്? മദീനയിൽ നിന്നിട്ടോ മക്കയിൽ നിന്നിട്ടോ മണ്ണ് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല, കല്ലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ഇമാം യഹ്യ ഇബ്നു ശറഫ് നവവി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗം പാടില്ല എന്നാണ് നമ്മുടെ ഇമാമുകൾ പറഞ്ഞത്. ആരാന്റെ ചോറ് തിന്നിട്ട് എല്ലാ മുസ്ലിംമാരും പള്ളി ദർശനം ഓതിയത് അതാണ്, പാടില്ല എന്നാണ് ഓതിയത്. മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ അഭിമാനം പറയുകയാണ്, ഞങ്ങളുടെ കൂടെ മദീനത്ത് നിന്ന് കൊണ്ടുവന്ന കട്ടെടുത്ത മണ്ണുണ്ട്. മനസ്സിലായില്ലേ? കട്ടെടുത്ത ഞാൻ പറഞ്ഞാണ് കേട്ടാ. അത് അങ്ങനെ ഒരു മണ്ണില്ല എന്നൊന്നും നമ്മൾക്ക് അഭിപ്രായമല്ല. പക്ഷെ മണ്ണിലൂടെ ബർക്കത്തെടുക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുള്ളൂ. മണ്ണൊക്കെ അവിടേക്ക് എത്തും. കാരണം അവിടെ ജോലി ചെയ്യുന്ന ആളാരാണ്? ഈ പറയുന്നവരെ പോലത്തെ മലയാളികളും ഈ പറയുന്നവരെ പോലത്തെ ബംഗാളികളാണ്. അവരൊക്കെ മണ്ണ് ഒരുമിച്ച് കൂട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, കൂട്ടിപ്പോകാറുണ്ട്. ഒരു പോലീസിനോട് പറഞ്ഞു, പലപ്പോഴും ഈ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മുമ്പിലുള്ളതായ ഇരുമ്പ് വേലി തടകുന്ന ആൾക്കാരുണ്ടല്ലോ, എന്താ പറയാ, പിച്ചള തടങ്ങി വെളുപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. വെളുപ്പിച്ച ഉടനെ തന്നെ അവരാരും കാണാനില്ല, സ്ഥലത്ത് കാണാറില്ല. നോക്കുമ്പോൾ അവരുടെ റൂമിൽ ഒരുമിച്ച് കൂടി അതിലുള്ളതായ മണലുകളെ എന്ത് ചെയ്യുക? ഒരുമിച്ച് കൂട്ടുക, അതിനെ വെള്ളത്തിലിട്ട് കഴുകി അതിൻ്റെ അവശിഷ്ടങ്ങളെ ശേഷിപ്പിക്കുക. എന്തിനാണ്? വിൽക്കാനാണ്, കാശുണ്ടാക്കാനാണ്. ഈ ജോലി ചെയ്താൽ 400 റിയാലേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള മണ്ണ് വിറ്റാൽ 40,000 കിട്ടും. അങ്ങനെയുള്ള നേട്ടമാണ് അവർ കാട്ടുന്നത്. മനസ്സിലായില്ലേ? അതൊന്നും നമ്മൾക്ക് അറിയാത്തത് കൊണ്ടല്ല. പിന്നെയോ, ഇതിൻ്റെ പിന്നിൽ ഇസ്ലാം ഖുർആനും സുന്നത്തും ബർക്കത്തുണ്ടെന്ന് പറഞ്ഞതിലേ ബർക്കത്തുള്ളൂ. ബർക്കത്തില്ല എന്ന് പറഞ്ഞതിൽ ബർക്കത്തില്ല. പിന്നെ ബർക്കത്ത് എവിടെയാണ്? അള്ളാഹുവിനോടുള്ള കൽപ്പന അനുസരിക്കുക, അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൽപ്പന അനുസരിക്കുക. അനുസരണത്തിലാണ് ബർക്കത്ത്. ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ബർക്കത്ത്. എന്തേ? റസൂലുള്ളാഹിനെ അനുസരിച്ചു. ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ ബർക്കത്തില്ലേ? ഇല്ലേ? എന്തുകൊണ്ട് ബർക്കത്ത് കിട്ടുന്നു? ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ചുംബിച്ച കല്ലിനെ ചുംബിക്കുന്നു. മനസ്സിലായില്ലേ? അവിടെയാണ് ബർക്കത്ത്. റസൂലും
അള്ളയും റസൂലും കൽപ്പിച്ചതിലാണ്, അല്ലാത്തതിൽ ബർക്കത്തില്ല. അത് ഹൃദയത്തിന് സമാധാനം വന്നു, അതൊക്കെ അയാൾ കാണുന്നതാണ്. ഇവിടെ നമ്മൾ ഇവിടെ ജോലി ചെയ്ത കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടത്തിലൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ പരിസരത്തൊക്കെ നിന്നിട്ട് ഞാൻ ജോലി ചെയ്ത ആളാണ്. ഞാൻ വിദ്യാർത്ഥിയായ കാലഘട്ടത്തിലൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ്. അവരോട് നിങ്ങൾ ഇത് കാട്ടരുത്, ഈ ഇരുമ്പ് വേലിയും നിങ്ങളുമായിട്ടൊരു ബന്ധമില്ല, ഇത് ഇന്ന് തുർക്കികൾ കെട്ടി നാളെ സൗദികൾ കെട്ടും, പിറ്റത്തെ വർഷത്തിൽ വേറെ ആൾ കെട്ടും, അതിനൊരു ബന്ധമില്ല. നമ്മുടെ ബന്ധം റസൂലുമായിട്ടാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്നതായ കൊണ്ടാട്ടം, തോന്നിവാസം, അനാചാരം അത് ഇസ്ലാമിലില്ല. നിങ്ങൾ റസൂലുള്ളാഹിക്ക് അതബോടെ മര്യാദയോടെ ശബ്ദം പൊക്കാതെ അകലെ നിന്ന് ദൂരം നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് സലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അള്ളാഹിനോട് ചോദിക്കാനുള്ളത് ഈ മദീനത്തെ പള്ളിയുടെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇരുന്നിട്ട് നിങ്ങൾ റബ്ബിനോട് വേണ്ടത് ചോദിച്ചോളി എന്ന് പറയുമ്പോൾ അതൊന്നും കൂട്ടാക്കാൻ അവരെ ശ്രദ്ധിക്കൂല. അവരുടെ ശ്രദ്ധ മുഴുവനും ആ ഇരുമ്പ് വേലിയിലേക്കാണ്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത രൂപത്തിൽ, പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത രൂപത്തിൽ ഒരടി, എന്നിട്ട് നെഞ്ചത്തേക്ക് ഒരു തടകൽ. അപ്പോൾ ബർക്കത്ത് കയറി. അപ്പോഴാണ് അതാണ് സമാധാനം വരാം. അതുവരെ സമാധാനം വരൂല. ഇത് എവിടുന്ന് പഠിച്ചു? ഇത് ഹിന്ദുക്കളുടെ ശൈലിയാണ്. ഹിന്ദുക്കളാണ് കണ്ടതും കേട്ടതും പൂജിക്കുക. കല്ല്, കാരട്, കാജരക്കുറ്റി മുതൽ മുള്ളുടെ മുറുക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജ, വ്യക്തിപൂജ അവിടെയാണ് നടക്കുന്നത്. അത് കണ്ട് പരിചയമുള്ളവരാണ് നമ്മുടെ വലിയാപ്പന്മാർ. ആ വലിയാപ്പന്മാരുടെ ആദർശം അല്ലെങ്കിൽ അവരുടെ ആചാരം ഇന്ന് വരെ നമ്മിൽ നിന്നിട്ട് അറിവില്ലാത്തവരെ ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല എന്നതുകൊണ്ട് വന്നതാണ്. എന്നല്ലാതെ കണ്ടതും കേട്ടതും തൊടുക എന്നിട്ട് ചുംബനം നടത്തുക അത് മുസ്ലിങ്ങളുടെ കൈ പാടുള്ളതല്ല. അമാനത്ത്, സൂക്ഷ്മത റിയാദ് ഇമാം പ്രസംഗിച്ചതാണ്. ഈ അമാനത്ത് അള്ളാഹ് ഏൽപ്പിച്ചതാണ്. ഈ അമാനത്ത്, ഈ കൈ, ഈ കാല്, ഈ കണ്ണ്, ഈ കാത്, ഇതൊക്കെ അമാനത്താണ്. അള്ളാഹ് നമുക്ക് തന്നതാണ്. എന്തിനു വേണ്ടി തന്നു? അള്ളാഹിനെ അനുസരിക്കാൻ, അള്ളാഹിന്റെ കൽപ്പന നടപ്പാക്കാൻ, അള്ളാഹ് കാണാൻ വേണ്ടി കൽപ്പിച്ചത് കാണാൻ, കേൾക്കാൻ വേണ്ടി കൽപ്പിച്ചത് കേൾക്കാൻ, പറയാൻ വേണ്ടി കൽപ്പിച്ചത് പറയാൻ, ചിന്തിക്കാൻ വേണ്ടി കൽപ്പിച്ചത് ചിന്തിക്കാൻ, എന്നല്ലാതെ ഇഷ്ടാനുസരണം ഉപയോഗപ്പെടുത്താനല്ല. എന്തുകൊണ്ട്? അള്ളാഹ് തന്നെ പറഞ്ഞു, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അറിവില്ലാത്ത കാര്യത്തിൽ കൈകടത്താൻ നിൽക്കരുത്. നിനക്ക് അറിവില്ലെങ്കിൽ നീ അതിൽ കൈകടത്താൻ നിൽക്കരുത്. ഇന്ന സമഅ നിന്റെ കേൾവി, വൽ ബസറ നിന്റെ കാഴ്ച, വൽ ഫുആദ നിന്റെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല അവകളെ കുറിച്ച് ഞാൻ പരലോകത്തിൽ ചോദിക്കാതെ വിടൂല. വഖിഫൂഹും മലക്കുകളെ പിടിച്ചു നിർത്തൂ, അവരെ മുമ്പോട്ട് ഒരു കാല് മുമ്പിൽ വെക്കാൻ അനുവദിക്കരുത്. ഇന്നഹും മസ്ഊലൂൻ അവരോട് ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയപ്പെടുന്ന കാലം വരുന്നുണ്ട്. അന്നത്തെ ദിവസത്തിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരും. വിടൂല. അള്ളാഹുവിന്റെ സബാനിയാക്കളെന്ന മലക്കുകളുടെ ആ കസ്റ്റഡിയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അള്ളാഹ് ഏൽപ്പിച്ചവരാണ് അവർ. നമ്മെ പിടികൂടാൻ നാം അർഹപ്പെട്ടവരല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. അതെ, അപ്പോൾ നുസ്രത്ത് എന്ന് പറഞ്ഞാൽ സഹായമാണ്. ആർക്കുള്ള സഹായമാണ്? ഈ ഇസ്ലാമിനുള്ള സഹായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോടെല്ലാം പണ്ട് തന്നെ വാഗ്ദാനം ചെയ്തതാണ്. വഇദാ ഖദനാ മിനൻ നബിയ്യീന വഇദാ ഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ ثم جاءكم رسول مصدق لما معكم لا تؤمنن به ولا تنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال ഫഷ്ഹദു വഅന മഅകും മിനശ്ശാഹിദീൻ. എന്താ കേട്ടത്? നബിമാരോട് വാഗ്ദാനം ചെയ്തു. നബിമാരോടെ എന്ത്? നിങ്ങളുടെ കാലഘട്ടത്തിലാണ് മുഹമ്മദ് വന്നതെങ്കിൽ ആ മുഹമ്മദിനെ കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശ്വസിക്കണം. എന്നിട്ടോ മുഹമ്മദിന്റെ പിന്നാലെ നടക്കണം. എന്നിട്ടോ മുഹമ്മദിനെ നിങ്ങൾ സഹായിക്കണം. അത് നബിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിമാരുടെ തന്നെ സ്വന്തം ഉമ്മത്തികളായ നമ്മുടെ കാര്യമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വന്തം ഉമ്മത്തികളായ നമ്മുടെ കാര്യമോ? നമുക്ക് നിർബന്ധമായും അവരുടെ പിന്നിൽ അണിനിരന്ന് അവരുടെ മതത്തെ സഹായിച്ച് ജീവിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നിങ്ങൾ കേട്ടു, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ നിങ്ങൾ അള്ളാഹ് സഹായിക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചില്ലെങ്കിൽ ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, ആരാണ് പിന്നെ നിങ്ങളെ സഹായിക്കാനുള്ളത്? ആരാണ് നിങ്ങൾക്ക് കൂട്ടുകാരുള്ളത്? പിന്നെ ഈ വിഷയം വളരെ സമയം കുറവാണ്, അല്പസമയത്തിലൂടെ ഞാൻ ഒരു ശൈലിയിൽ പറയാം. എൻ്റെ ശൈലിയാണത്. മദീന ഇമാം പറഞ്ഞതായ വിഷയത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ആ വിഷയത്തിൽ നിന്ന് പഠിക്കേണ്ട ഭാഗം, നാം ബാലൻസ് ശരിയാക്കുകയാണെങ്കിൽ ഈ നുസ്രത്ത് ഉണ്ടല്ലോ, നുസ്രത്ത് എന്ന് പറഞ്ഞാൽ സഹായം അല്ലേ? സഹായം. ഇപ്പോൾ വിപ്ലവം നടക്കുന്നുണ്ട്,
ആര്? RSSകാരും മുസ്ലിങ്ങളും. എവിടെ? ഹൈദരാബാദിൽ. അപ്പോൾ മുസ്ലിങ്ങൾ ആ സാധിക്കുന്ന സഹായം ചെയ്യണം. അതെ, അതൊക്കെ സഹായം അനിവാര്യമാണ്. അതുപോലെ തന്നെ മംഗലാപുരത്തിൻ്റെ പരിസരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മുസ്ലിങ്ങളുടെ കൂടിയായിരിക്കണം. മുസ്ലിങ്ങളുടെ കൂടിയായിരിക്കണം. ചിലപ്പോൾ നാം ഒരുമിച്ച് കൂടുന്നതായ മുസ്ലിങ്ങൾ അവർ യഥാർത്ഥ മുസ്ലിങ്ങൾ അല്ലെങ്കിലും അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവർ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. എന്നാലും നാം ആരുടെ കൂടെ ആവണം? മുസ്ലിങ്ങളുടെ കൂടെ ആവണം. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് അവരെ കൊല്ലപ്പെടുന്നത്? അവർ ഖുറാഫികളാണ്, അവർ സൂഫികളാണ്, അവർ മറ്റാണെന്ന് പറയരുത്. കാരണം അവരെ ശിക്ഷിക്കപ്പെടുന്നത് അവർ മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണ്. അപ്പോൾ അവരെ ആ ശിക്ഷയുടെ കാരണം നീ ഉൾക്കൊള്ളുന്ന ആദർശമാണെന്ന് അർത്ഥം. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നീ എന്ത് വേണം? മുസ്ലിങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം. ഈ നുസ്രത്ത് ഉണ്ടല്ലോ, ഈ നുസ്രത്ത് രണ്ടിനമുണ്ട്. ഒരു നുസ്രത്ത് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നതാണ്, പിന്നെ നുസ്രത്ത് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തതാണ്. ഇപ്പോൾ സൗദി അറേബ്യ അല്ലാത്ത നാടുകളിൽ കാണുന്നതായ നുസ്രത്തുകളൊക്കെ എന്താണ്? റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്ത നുസ്രത്താണ്. പക്ഷേ ബാധ്യത നിർവഹിച്ചു, കൂലി കിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ, അത്രയേ ഉള്ളൂ. റിസൾട്ടിലേക്ക് എത്തണമെങ്കിലോ ബാലൻസ് ശരിയാക്കി തുടങ്ങണം. തുടങ്ങേണ്ടടുത്തും തുടങ്ങേണ്ടതുപോലെ തുടങ്ങണം, റസൂൽ തുടങ്ങിയതുപോലെ തുടങ്ങണം. അല്ലാത്ത രൂപത്തിലുള്ള നുസ്രത്ത് യഥാർത്ഥത്തിൽ അത് വളരെ വിജയകരമായ നുസ്രത്താണ് ഞാൻ ഈ പറയുന്നതായ ശരിയുള്ള നുസ്രത്ത്. അള്ളാഹു പറയുന്നു ഖുർആനിൽ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅഖാമസ് സ്വലാത വആതസ് സകാത വലം യഖ്ശ ഇല്ലല്ലാഹ് ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ അജഅൽതും സിഖായത്തൽ ഹജ്ജി വഇമാറത്തൽ മസ്ജിദിൽ ഹറാമി കമൻ ആമന ബില്ലാഹ്. കേട്ടോ? ഇത് സത്യവിശ്വാസിയാവുക, എന്നിട്ടോ ആ സത്യവിശ്വാസി ആയതോടുകൂടി തന്നെ പള്ളി പരിപാലനം അവന്റെ കയ്യിൽ. നമസ്കരിക്കുന്നവൻ, നോമ്പ് പിടിക്കുന്നവൻ, അല്ല സക്കാത്ത് കൊടുക്കുന്നവൻ, അള്ളാന്റെ കൽപ്പന നടപ്പാക്കുന്നവൻ, ഇങ്ങനെയുള്ള വിഭാഗമാണ് പള്ളിയുടെ നേതൃത്വം ഏൽക്കേണ്ടത്. അങ്ങനെയല്ലെങ്കിൽ അജഅൽതും സിഖായത്തൽ ഹാജി, ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കലും വഇമാറത്തൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാം കെട്ടലും അത് മുഅ്മിനീങ്ങളാവുക എന്നതുപോലെയുള്ളതാണോ? അല്ല. ഈമാനുള്ള ആള് വേറെ തന്നെ. മുഅ്മിനീങ്ങളുടെ കയ്യിലല്ല പണ്ട് കാബം, പക്ഷേ അവർ സത്യത്തിന്റെ മേലെയല്ല. അതുകൊണ്ട് അവർക്ക് എന്ത് സാധിക്കൂല? കാബത്തിന്റെ പരിപാലനം നടത്തിയത് കൊണ്ട് അബൂജഹലിന് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയില്ല. അതുപോലെ തന്നെ സംസം വെള്ളം ഹാജിമാർക്ക് കുടിപ്പിച്ചത് കൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റിയില്ല, അല്ലേ? അബ്ദുല്ലാഹിബ്നു ജദആന്റെ കഥ ഇവിടെ നൂറുകണക്കിന് പ്രാവശ്യം പറഞ്ഞില്ലേ? അബ്ദുല്ലാഹിബ്നു ജദആനെ കുറിച്ച് റസൂലോട് ചോദിച്ചു, റസൂലേ, അബ്ദുല്ലാഹിബ്നു ജദആൻ ഹാജിമാർക്ക് ഫ്രീ വസ്ത്രം, ഫ്രീ ഭക്ഷണം, ഫ്രീ താമസം കൊടുത്ത ആളല്ലേ, അദ്ദേഹം സ്വർഗത്തിൽ പോവില്ലേ എന്ന് വെച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിനോട് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹം നരകത്തിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്ന നുസ്രത്ത് അത് പള്ളിയുടെ പരിപാലനം ഈമാനോടുകൂടിയാവുക എന്നതാണ്. എന്ന് മാത്രമല്ല, തുടങ്ങേണ്ട സ്ഥലത്തും തുടങ്ങുക. എങ്ങനെയാണ്? നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയപ്പോൾ എത്തേണ്ടടുത്ത് എത്താൻ പറ്റി. ഞാൻ എൻ്റെ ഭാഷയിൽ പറയാറുണ്ട്, നിങ്ങൾ ഇരുന്ന് കാല് നീട്ടരുത്, വീണു പോകും. നിന്ന് കാല് നീട്ടരുത്, ഈ വീണു പോകും. എങ്ങനെ കാല് നീട്ടണം? ഇരുന്നിട്ട് നീട്ടണം. ഇരുന്ന് കാല് നീട്ടിയാലോ വീണു പോകില്ല. ഇതാണ് ദീൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. നാം ഈ മതത്തെ അള്ളാഹ് കൽപ്പിച്ചതുപോലെ റസൂലുള്ള നടപ്പാക്കിയതുപോലെ നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉള്ള നുസ്രത്തുണ്ടല്ലോ, ആ നുസ്രത്ത് നാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. ഇത് ക്ലിയറായില്ല അല്ലേ? ക്ലിയറാക്കാം. നോക്കൂ, കാബം പറയണ്ടല്ലോ അല്ലേ? കാബം തകർത്താൻ വേണ്ടി വന്നു ആര്? അബ്രഹത്തും പട്ടാളവും വന്നു. എൻ്റെ കൂടെ അല്ലേ നിങ്ങൾ? അല്ലേ? അബ്രഹത്തും പട്ടാളും കാബം തകർത്താൻ വന്നപ്പോഴോ അള്ളാഹു എന്ത് ചെയ്തു? സ്വയം ഏറ്റെടുത്തു. അവിടെ ഉണ്ടായിരുന്ന ആളാരാണ്? അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആരാണ്? കാബം പരിപാലനക്കാരനല്ല. ആരാണത്? അബ്ദുൽ മുത്തലിബ്. മൂപ്പര് ശിർക്ക് ചെയ്യുന്ന ആളാണ്. മൂപ്പർക്ക് കാബുമായിട്ട് ബന്ധമില്ല. മൂപ്പർക്ക് വിശ്വാസമുണ്ട്, ഈ കാബത്തിന് റബ്ബുണ്ട്, ആ റബ്ബ് അതിനെ സംരക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ട്. എന്നല്ലാതെ ആ റബ്ബിന് മൂപ്പർക്ക് വിശ്വാസമില്ല. മൂപ്പർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് അബ്രഹത്തും പട്ടാളക്കാരും വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒട്ടകം 100ഓളം ഒട്ടകം പിടിച്ചെടുത്തു, പറിച്ചു ആദ്യം. എന്നിട്ട് അദ്ദേഹത്തിനോട് ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ അബൂലഹബ് പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഒട്ടകമാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചു. ആര്? അബ്രഹത്ത് രാജാവ് ചിരിച്ചു. എന്തൊരു നേതാവാണ് ഇത്! അദ്ദേഹത്തിന്റെ പ്രതാപമാകുന്ന വലിയ വാപ്പയുടെയും ഗേഹമാകുന്ന കാബയെ നശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ അത് കൂട്ടാക്കാതെ എനിക്ക് ഒട്ടക വേണ്ടതെന്ന് പറയാണ്.
അപ്പോൾ അബ്രഹത്തിന് മറുപടി കിട്ടി. ആരിൽ നിന്നിട്ട്? അബ്ദുൽ മുത്തലിബിൽ നിന്നിട്ട്. എന്താ? ഇന്നലിൽ ബൈത്തി റബ്ബൻ യഹ്മീഹി, ആ കഅബത്തിന് റബ്ബുണ്ട്, ആ റബ്ബ് അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് അല്ലാഹ് ഏറ്റെടുത്തില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണ്, ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പോൾ എന്തായി? അല്ലാഹ് ഏറ്റെടുക്കേണ്ടി വന്നു ഇവിടെ ആളില്ലാതെ ഇരുന്നപ്പോൾ. ഇപ്പോഴോ എന്തേ? നമ്മൾ 30 കൊല്ലം 50 കൊല്ലം 60 കൊല്ലമായി ഇപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ കയ്യിലല്ല. ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. എന്താ വരാത്തത്? ഇവിടെ അത് ഏറ്റെടുക്കാൻ വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നമുക്ക് അള്ളാഹ് ബാലൻസ് ശരിയാക്കൂല. അള്ളാഹ് ബാലൻസ് ശരിയാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ബാധ്യത നാം നിർവഹിക്കാൻ രംഗത്തിറങ്ങണം. നമ്മുടെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടതുപോലെ രംഗത്തിറങ്ങിയാൽ, തുടങ്ങിയാൽ നമുക്ക് എത്തേണ്ടടുത്തെത്താൻ പറ്റും. തുടങ്ങിയിട്ടില്ല. തൗഹീദ് കൊണ്ട് ആരംഭിക്കണം, ഏകദൈവ വിശ്വാസം കൊണ്ട് ആരംഭിക്കണം, അള്ളാഹുവിലേക്ക് ജനങ്ങൾ ക്ഷണിക്കണം, ഖുർആനിലേക്ക് ക്ഷണിക്കണം, സുന്നത്തിലേക്ക് ക്ഷണിക്കണം. മതത്തെ നടപ്പാക്കുന്നതിന് മുമ്പ്, മതം നടപ്പാക്കുന്ന ഭരണകൂടം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ മതത്തെ ജനങ്ങളിൽ നടപ്പാക്കാനുള്ള പ്രാക്ടീസ് നൽകണം. ഇതാണ് വേണ്ടത്. ഇത് ഫിലിം കാണൽ വേറെ, സെക്സ് ഫിലിം കാണൽ വേറെ, അശ്ലീലം കാണൽ വേറെ, കള്ളുകുടി വേറെ, വ്യഭിചാരം വേറെ, അതുപോലെ തന്നെ പുരുഷ വിഭാഗം അങ്ങും ഇങ്ങും പുരുഷ ബന്ധം പുലർത്തുക എന്ന അത് അങ്ങനെ വേറെ, അങ്ങനെ എല്ലാ ഇനങ്ങളുള്ള തെറ്റുകളും മുസ്ലിങ്ങൾ തന്നെ അവരുടെ നാടുകളിലും അവരുടെ പരിസരങ്ങളിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് റബ്ബിനോട് പറയാം, ബൈത്തുൽ മുഖദ്ദസ് ഞങ്ങൾക്ക് മടക്കി കിട്ടണമെന്ന്. ശരിയാവില്ല. അതിന് നിങ്ങൾ അർഹരാവണം എന്നതാണ് അള്ളാഹ്. അപ്പൊ ബാലൻസ് ശരിയാക്കൽ നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അള്ളാഹിന്റെ ഓർഡർ വരികയാണ് സൂറത്തുൽ ഹജ്ജിൽ, വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅദഹും ലിബഅദ് ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യദ്കുറു ഇസ്മല്ലാഹി കതീറാ വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹ് മുസ്ലിങ്ങൾ നിൽക്കേണ്ടടുത്ത് നിന്നാൽ ഒരു മറ്റു രാഷ്ട്രം ഇസ്ലാമിനെ തകർത്താൻ വേണ്ടി വരുമ്പോൾ അങ്ങും ഇങ്ങും പേടിപ്പിക്കും. ഒരു പക്ഷെ അവർ മുസ്ലിങ്ങളായിരിക്കും. തൊട്ടുപോകരുത്, ഇന്ന നാടിനെ നിങ്ങൾ തൊട്ടുപോകരുത്, ഞങ്ങൾ നിങ്ങൾക്ക് പാഠം പഠിപ്പിക്കും. അങ്ങനെ ദഫ്ഉല്ലാ എന്ന് പറഞ്ഞാൽ ബാലൻസ് ശരിയാക്കൽ, അത് അള്ളാഹിന്റെ പണിയാണ്. ഈ ബാലൻസ് ശരിയാക്കൽ ഉണ്ടാവണമെങ്കിൽ, നമുക്ക് സുരക്ഷിതത്വം ഇവിടെ കിട്ടണമെങ്കിൽ നാം നിൽക്കേണ്ടടുത്ത് നിൽക്കണം. നാം റബ്ബിന്റെ മതം നടപ്പാക്കണം, റബ്ബ് കൽപ്പിച്ചതുപോലെ നടപ്പാക്കണം. വിശ്വാസം ക്ലിയർ ആവണം, ഈമാൻ ക്ലിയർ ആവണം, പ്രവർത്തനം ക്ലിയർ ആവണം. അപ്പോൾ അതല്ലാത്ത കാലഘട്ടത്തിൽ ഉള്ളതായ സഹായമാണ് ഇന്ന് നടക്കുന്നത്. മദീന ഇമാം ഇന്ന് പറഞ്ഞതുപോലെ ഇന്ന് സഹായം നടക്കുന്നില്ലേ? സഹായം നടക്കുന്നുണ്ട്. സഹായം ചെയ്യണ്ടേ? സഹായം ചെയ്യണം. സഹായം അനിവാര്യമല്ലേ? അനിവാര്യമാണ്. സ്ത്രീയിൽ മുസ്ലിങ്ങൾ യതീം കുട്ടികളായി മാറുന്നില്ലേ? വീടില്ലാത്തവരായി മാറുന്നില്ലേ? നാടും വീടുമില്ലാത്തവരായിട്ട് ബർമയിൽ മാറുന്നില്ലേ? ഉണ്ട്. അവിടെയൊക്കെ സഹായം വേണ്ടേ? വേണം. പക്ഷേ ആ സഹായമൊക്കെ ചെയ്തവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹിന്റെ അടുക്കൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കിട്ടുമെന്നല്ലാതെ റിസൾട്ടിലേക്ക് മുസ്ലിങ്ങൾക്ക് എത്താൻ പറ്റൂല. റിസൾട്ടിലേക്ക് മുസ്ലിങ്ങൾക്ക് ഭൂമിയിൽ തന്നെ എത്തണമെങ്കിൽ എന്ത് വേണം? ഭൂമിയിൽ ഇസ്ലാം കൽപ്പിച്ച രൂപത്തിൽ ജീവിച്ച് നടപ്പാക്കി കാണിച്ചു കൊടുക്കണം. അപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങും. അല്ലാത്ത പക്ഷം ഇവിടെ അപകട സാധ്യതകൾ കൂടുതലാണ്. അത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ, ഭാവിയിൽ അതിനേക്കാളും കൂടുതൽ വർദ്ധിക്കുമെന്നതാണ് നമുക്ക് ഈ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹു മുസ്ലിം ലോകത്തെ കാത്തുരക്ഷിക്കട്ടെ, മുസ്ലിം ലോകത്തെ രക്ഷപ്പെടുത്തട്ടെ, ഇസ്ലാമിലേക്ക് സ്ത്രീയക്കാരെ മടക്കട്ടെ, മുസ്ലിങ്ങളെ മടക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അതെ, അള്ളാഹു പറയുന്നു ബാലൻസ് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്കും നിനക്കൊന്നും ഒന്നുമല്ല, അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ ഈ വന്ന വരവേൽപ്പിന് മുതലുണ്ടാവാൻ വേണ്ടി ഞാൻ ആയത്തിൻ്റെ വിശദീകരണം നൽകാം. അള്ളാഹ് പറയുന്നു, നിങ്ങൾ നിന്നിട്ട് സത്യവിശ്വാസികളും അപ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തവരുമായ വിഭാഗത്തിന് അള്ളാഹിന്റെ വായതാണ്, അള്ളാഹിന്റെ ഉടമ്പടിയാണ്. അള്ളാഹ് നമ്മോട് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾ സത്യവിശ്വാസികളാവണം, എന്നിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റുകൾ ഒഴിവാക്കുക.
പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് മെമ്പർമാരോട്, കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിച്ചില്ലെങ്കിലും നിർബന്ധമല്ല, നിർബന്ധമായ കാര്യങ്ങളെല്ലാവരും ചെയ്യണമല്ലോ, അത് ഒഴിവാക്കാൻ പറ്റില്ല, അത് വീഴ്ച വരുത്താൻ പറ്റില്ല. 5 വക്ത് നിസ്കരിച്ചു കൊണ്ടേ ഇരിക്കണം, അതിൽ വീഴ്ചയില്ല. സക്കാത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, നോമ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കണം, അതൊക്കെ നിർബന്ധ ബാധ്യതകളാണ്. അതല്ലാത്ത കാര്യങ്ങളൊക്കെ സുന്നത്തായ കാര്യങ്ങൾ കുറഞ്ഞാലും തെറ്റ് ചെയ്തു പോകരുത്. സുന്നത്തായ കാര്യങ്ങൾ കുറഞ്ഞാലും തെറ്റ് ചെയ്തു പോകരുത്. കാരണം തെറ്റ് അള്ളാഹ് പൊറുക്കുമോ ഇല്ലേ നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹ് എല്ലാം പുറത്തു തരാം എന്ന് ഏറ്റെടുത്ത ആളാണ്. പക്ഷെ ആർക്കാണ്? യഗ്ഫിറു ലിമൻ യശാഉ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവർക്ക് പുറത്തു കൊടുക്കും. നാം അള്ളാഹ് ഇഷ്ടപ്പെട്ടവരാണോ അല്ലേ എന്ന് നമ്മൾക്ക് എന്തറിഞ്ഞു? അതുകൊണ്ട് നിങ്ങൾ തെറ്റ് തീരെ ചെയ്യാതിരിക്കാൻ വേണ്ടി പാടുപെടുക, കഷ്ടപ്പെടുക, തെറ്റൊഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് വന്തോഷങ്ങൾ അവകൾ വിട്ടുനിൽക്കാൻ വേണ്ടി നിങ്ങൾ പാടുപെടുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് ആയത്തിന്റെ പരിപൂർണത? സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്തവര് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ പ്രാതിനിധ്യം നൽകുന്നതാണ്. പലർക്കും വേണ്ടത് അതാണല്ലോ. ഏത്? ഇവിടെ രാഷ്ട്രീയം വേണം, ഇസ്ലാമിക ഭരണകൂടം വേണം. വേണ്ട നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിനുള്ള നിബന്ധന എന്താണ്? ആദ്യം ഇരുന്ന് കാല് നീട്ടണം, നിന്ന് കാല് നീട്ടരുത്. ആദ്യം അതിന് റസൂലുള്ളാഹിക്ക് മക്കത്ത് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായിക്കൂടെ? മക്കത്ത് ചോദിച്ചു മക്കക്കാര്, എന്ത് മുഹമ്മദ്, നിനക്ക് നല്ല സുന്ദരിയായ പെണ്ണാ വേണ്ടത്? പെണ്ണ് കെട്ടിച്ചേരാം. 10 പെണ്ണൊന്നല്ല, കെട്ടിച്ചേരാം. നല്ല 1-ാം തരം സുന്ദരികളായ ഖുറൈശി വംശത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിച്ചേരാം. നിനക്ക് കുറെ കാശാ വേണ്ടത്? കാശും നിങ്ങൾക്ക് തരാം. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആധിപത്യമാണോ വേണ്ടത്, ഭരണകൂടമാണോ വേണ്ടത്? മനസ്സിലായില്ലേ? മക്കത്തൊന്ന് ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഭരണകൂടമാണോ വേണ്ടത്? എന്നാൽ നിങ്ങളെ ഞങ്ങൾ രാജാവാക്കാം. മുഹമ്മദേ, നിങ്ങളെ ഞങ്ങൾ രാജാവാക്കാം. ഇത് ഒഴിവാക്കിയേക്ക്. നിങ്ങൾ ഈ പറയുന്ന പുതിയ തത്വം ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, അത് ഒഴിവാക്കിയേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നടക്കണ്ട. നിങ്ങൾക്ക് രാജാവാവാം മക്കത്ത്. റസൂൽ അനുവദിച്ചോ? റസൂലുള്ളാഹ് ഉദ്ദേശിക്കുന്ന അവിടെ ഭരണകൂടമല്ല, പിന്നെയോ അള്ളാഹ് ഉദ്ദേശിച്ചതായ നമസ്കാരം നിലനിർത്തുന്ന, നോമ്പ് പിടിക്കുന്ന, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, ഒരു ദൈവത്തിൽ വിശ്വാസം, മറ്റു ഉപദൈവങ്ങളിലുള്ള വിശ്വാസം ഇല്ലാതിരിക്കുക, ഇങ്ങനെയുള്ള ആ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ നടപ്പാക്കുന്നവരെ വാർത്തെടുക്കണം. അവിടെ അതിന് സാധിക്കൂല എന്ന് കണ്ടപ്പോൾ അവിടുന്ന് ഒഴിവായി, മക്കത്തുനിന്ന് ഒഴിവായി. എവിടേക്ക് വന്നു? മദീനത്തേക്ക് വന്നു. മദീനത്തേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ എന്നിട്ട് ബഹുഭൂരിപക്ഷം നമസ്കരിക്കുന്നവരാക്കി മാറ്റി, നോമ്പ് പിടിക്കുന്നവരാക്കി മാറ്റി. ഈമാനിന് പുറമെ, ഈമാൻ ക്ലിയർ ആയതിന് പുറമെ അതൊക്കെ സംഭവിച്ചപ്പോൾ അള്ളാന്റെ ഓർഡർ വരുന്നു. എന്ത്? ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. നിങ്ങൾ ഇന്നു മുതൽ യുദ്ധം ചെയ്തോളി, നിങ്ങൾ കൈപ്പൊക്കിക്കോളി, നിങ്ങൾക്കാണ് ഭരണകൂടം, നിങ്ങൾക്കാണ് ആധിപത്യം, നിങ്ങൾക്കാണ് ഇസ്സത്ത്, നിങ്ങൾക്കാണ് അഭിമാനം, നിങ്ങൾ ലോകത്തോട് സംസാരിച്ചോളി, റഷ്യയോട്, റോമനോട്, പേർഷ്യയോട് സംസാരിച്ചോളി എന്നീ ഓർഡറുകൾ വരുന്നു. അതോടുകൂടി ഇസ്ലാമിക നിയമം നടപ്പാക്കാനുള്ള ചുറ്റുപാട് വരുന്നു. അല്ലാഹു വാഗ്ദാനം ചെയ്തതുപോലെ ഭൂമിയിൽ ആധിപത്യം നൽകും, ഭൂമിയിൽ അധികാരം നൽകും. ദീൻ നടപ്പാക്കുന്നതിന് മുമ്പ് ദീനിനെ ജനങ്ങളിൽ സ്വയം നടപ്പാക്കിയാൽ, സ്വയം നമ്മുടെ ഇടയിൽ നടപ്പാക്കിയാൽ, അവർ ഇഷ്ടപ്പെട്ട മതത്തെ നടപ്പാക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്ക് പേടിയോടുകൂടി ജീവിക്കേണ്ട കാലം വിട്ടിട്ട് സുരക്ഷിതത്തോടുകൂടി ജീവിക്കാം. ബോംബിനെ പേടിയില്ല, ശത്രുക്കളെ പേടിയില്ല, ആരും നിങ്ങളുടെ നാട് കിടക്കുമെന്ന് പേടിയില്ല. നിങ്ങളെ ജനങ്ങൾക്ക് പേടിയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ പേടിക്കും. അങ്ങനെയുള്ളവരാക്കി നിങ്ങളെ ഞാൻ മാറ്റുകയും ചെയ്യും. സംഭവിച്ചില്ലേ? ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് 1000-ഓളം കൊല്ലം നമ്മുടെ ഭരണകൂടമാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നടന്നത്. അല്ല എന്ന് പറയാൻ പറ്റുമോ? കോലങ്ങൾ പല രൂപത്തിലാണ്. എങ്കിലും ഇസ്ലാമി എന്ന പേരിൽ ഭരണകൂടം സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നടന്നിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ സ്പെയിനിൽ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? അതേ സമയത്ത് അമ്മൂരിയ എന്ന നാട്ടിൽ വെച്ചിട്ട് സംഭവിച്ച സംഭവം നിങ്ങൾക്കറിയാം. ചെറിയൊരു പെണ്ണിന്റെ പർദ്ദക്കെതിരിൽ ചോദ്യം ചെയ്തപ്പോൾ അവൾ അന്ന് ജീവിക്കുന്ന ആ ഖലീഫന്റെ പേര് വിളിച്ചു പറഞ്ഞു, എവിടെയാണ് രാജാവ്, എവിടെയാണ് മുസ്ലിം ഖലീഫ എന്ന് അദ്ദേഹത്തിന് ജനങ്ങൾ എത്തിച്ചു കൊടുത്തു. എന്ത്? ഇറാഖ്
ഇറാഖിൽ വെച്ചിട്ടൊരു പെണ്ണിനെ അവളുടെ അഭിമാനത്തെ പിച്ചു ചീന്തപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന കേട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഇറാഖിലുള്ള രാജാവ് അമൂരിയയിൽ നടന്ന വാർത്ത കേട്ടപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു ലക്ഷങ്ങൾ പുറപ്പെട്ടു. മുസ്ലിങ്ങളുടെ അഭിമാനത്തെ, ആ പെണ്ണിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ളതായ മഹാപട്ടാളങ്ങൾ പുറപ്പെട്ടു എന്നതാണ് നാം കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ള അന്തസ്സുള്ള അഭിമാനമുള്ള കാലഘട്ടം മഹാനായ ഹാറൂൺ റഷീദ് രാജാവ് അദ്ദേഹത്തിന്റെ കഥയിൽ പറയുന്നു. നമ്മുടെ നേതാക്കളുടെ നേതാവാണ് അദ്ദേഹം. മേഘം കണ്ടാൽ പറയും എന്ത്, നമ്മളൊക്കെ ഇപ്പം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അയാള് അങ്ങനെയല്ല. അയാൾ മേഘം കണ്ടാൽ പറയും നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെയ്തോ. എന്തേ, നീ എവിടെ വെയ്താലും അവിടുന്ന് ഉള്ളതായ ഹറാജി എൻ്റെ ഖസനാവിലേക്ക് വരും. കാരണം നീ എവിടെ വെയ്യാണെങ്കിലും ആ സ്ഥലങ്ങളൊക്കെ എൻ്റെ ഭരണകൂടത്തിന് കീഴിലാണ്. എന്ത് അന്തസ്സുള്ള വാക്കാണത് അല്ലേ? ഹാറൂൺ റഷീദ് പറയാണ് മേഘത്തോട്, നീ എവിടെ പെയ്താലും വിരോധമില്ല, ആ നാട്ടിലുള്ള ഹറാജ് എന്ന് പറഞ്ഞാൽ കൃഷിയെ അതൊക്കെ എവിടേക്ക് വരും? എൻ്റെ ഖസനാവിലേക്ക് വരും. എന്തുകൊണ്ട്? എൻ്റെ ഭരണകൂടം അവിടെയുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അവിടെയുണ്ട്, ചൈനയിലാണെങ്കിൽ അവിടെയുണ്ട്, ആഫ്രിക്കയിലാണെങ്കിൽ അവിടെയുണ്ട്. പല നാടുകളിലും ആ കാലഘട്ടത്തിൽ ലോകവ്യാപകമായി കിടക്കുന്ന മതമായി മാറിയതാണ് നമ്മുടെ ഈ മതം. പറഞ്ഞു വരുന്നത് ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ആ തത്വത്തിൽ അള്ളാഹനെ സഹായിക്കുക എന്ന തത്വം പറയുന്ന വേളയിൽ അള്ളാഹനെ സഹായിക്കൽ രണ്ടിനമുണ്ട്. അള്ളാഹനെ സഹായിക്കൽ ഇന്നത്തെ യുഗത്തിൽ അങ്ങും ഇങ്ങുമുള്ളതായ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഞാൻ ചർച്ച ചെയ്തതായ സഹായമാകുന്ന സഹായം. രണ്ടാമത്തെ സഹായം ആധികാരികമായിട്ട് ഇസ്ലാമിനെ പഠിക്കേണ്ടതുള്ളൂ. പഠിച്ചിട്ട് എ മുതൽ സെഡ് വരെ ഇസ്ലാമിനെ നടപ്പാക്കിയിട്ട് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാവാനുള്ള ചുറ്റുപാട് നമ്മുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാവണം എന്നല്ലാതെ തുടക്കത്തിൽ തന്നെ വേണം ഭരണകൂടം ഇസ്ലാം എന്ന് പറഞ്ഞ് നടക്കലല്ല. എന്നാൽ റിസൾട്ടിലേക്ക് എത്തൂല. ഏതുപോലെ റിസൾട്ടിലേക്ക് ഇന്ന് വരെ അറബ് രാഷ്ട്രത്തിൽ കാണുന്നതായ നാടുകളിൽ റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇപ്പോഴും അവരുടെ നാടുകളിൽ കുഴപ്പം തന്നെ, തുടങ്ങേണ്ടടുത്തും തുടങ്ങാത്തത് കൊണ്ട് എന്നത് നമ്മുടെ മുമ്പിൽ തെളിവാണ്. നമുക്കൊരിക്കലും അത് എതിർക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നതുകൂടി ഇത്തരണത്തിൽ ഉണർത്തുന്നു. അതെ സഹോദര സഹോദരിമാരെ, നാം റിയാദ് മറന്നു. റിയാദിലുള്ള ഇമാം പ്രസംഗിച്ച പ്രസംഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഞ്ചിക്കരുത്. നിങ്ങൾ വഞ്ചിക്കുമ്പോൾ തഖൂനു അമാനാതിക്കും, നിങ്ങൾ അമാനത്ത് സൂക്ഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ വഞ്ചിക്കുന്ന നിങ്ങളെയാണ്, അല്ലാഹുവിനെയും റസൂലിനെയും അല്ല. അത് യഥാർത്ഥത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും അവരോട് ചെയ്ത വാഗ്ദാനം നിങ്ങൾ പാലിക്കാതിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹ് ഏൽപ്പിച്ചതായ അമാനത്തിനെ നിങ്ങൾ വഞ്ചിക്കുമ്പോൾ വരുന്ന അപകടത്തിൽ നിങ്ങൾ പെടുന്നത് ആ രൂപത്തിലാണ് എന്ന് അല്ലാഹു ഉണർത്തിയതും അറിയണം. ഇന്നമാ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ കൂടെയുള്ളതായ മക്കളും അത് നിങ്ങൾക്ക് പരീക്ഷണമാണ്. നല്ല കുട്ടികളല്ലേ, അല്ലാഹ് നല്ല കുട്ടികൾ 4 കുട്ടികൾ എനിക്ക് തന്ന്, ഒന്ന് എഞ്ചിനീയർ ആവട്ടെ, മറ്റൊരു ഡോക്ടർ ആവട്ടെ, ഭൂമി ശാസ്ത്രജ്ഞനാവട്ടെ, മറ്റൊന്ന് അമേരിക്കയിൽ പോകട്ടെ എന്ന് തീരുമാനിക്കലല്ല. മറിച്ച് ആ 4 കുട്ടികളെ ശരിക്ക് ഇസ്ലാമിക ശിക്ഷണം നൽകുക. എല്ലാവർക്കും ശരിക്കും ഇസ്ലാമിക ശിക്ഷണം നൽകിയത് ശേഷം എന്തും പഠിപ്പിച്ചു, പ്രശ്നമില്ല. ദീൻ കൽപ്പിച്ച അനുവദിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇതൊന്നും പഠിപ്പിക്കാതെ മതം പൊട്ടിയായി ജീവിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിനോട് പോയിക്കോ ഡോക്ടറെ ആയിക്കോന്ന്, മൂപ്പര് നല്ല 1ാം നമ്പർ ഹാർട്ട് ഡോക്ടറേറ്റ് എടുത്ത ആളായി മാറി. എന്നിട്ടോ അല്ലാഹ് ഞാൻ ഹാർട്ടിലേക്ക് എത്തി. എന്താ ആചാര്യയുടെ കുട്ടി അങ്ങനെയായത്? ആചാര്യയുടെ കുട്ടി അങ്ങനെ പറ്റില്ല. അപ്പോൾ ആചാര്യയുടെ കുട്ടി ആദ്യം ആചാര്യയുടെ കുട്ടിയായി വളർത്തുക, എന്നിട്ട് പിന്നെ ഡോക്ടറാകാൻ വിടുക എന്നല്ലാതെ ഡോക്ടറായതിൻ്റെ ശേഷം പിന്നെ അല്ലാഹ് ഇല്ല എന്ന് പറയാൻ നടക്കുന്ന കുട്ടിയായി മാറുന്ന രൂപത്തിലായി പോകരുത്. അങ്ങനെയുള്ള അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ അമാനത്ത്, മഹാ അമാനത്ത് അല്ലാഹ് നമ്മളിൽ ഏൽപ്പിച്ചതാണ്. നമ്മുടെ കൂടെയുള്ള സ്വത്ത്, നമ്മുടെ കൂടെയുള്ളതായ കുട്ടികൾ എന്നത്. വല്ലദീനഹും ബിഅമാനാതിഹിം വഅഹദിഹിം വഅഹദിഹിം റാഊൻ, വല്ലദീനഹും ബിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. സ്വർഗത്തിൽ പോകുന്ന ആളുടെ ലീസ്റ്റ് എണ്ണാണ് ഖുർആൻ. സ്വർഗത്തിൽ പോകുന്ന ആളുടെ ലീസ്റ്റ് എണ്ണാണ്. അവസാനിച്ചു. ആ ലീസ്റ്റിലുണ്ട് എന്ത്? അമാനാത്തിനെ സൂക്ഷിക്കുന്നവർ. മനസ്സിലായില്ലേ? നമ്മുടെ അമാനത്തൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരാളോട് ഇതുമായിട്ട് നിങ്ങൾ പോകണം എന്ന് പറഞ്ഞാൽ എക്സിറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ വീട്ടിലേക്ക് എത്തൂല, അയാൾ പിന്നെ പരുതേണ്ടി വരും. അങ്ങനെ അമാനത്തിൻ്റെ കാര്യം. ഒരാൾ എക്സിറ്റ് അടിച്ച് പോവുകയാണെങ്കിൽ അയാൾക്ക് നമ്മൾ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊടുത്താൽ നാട്ടിൽ പിന്നെ അയാളെ പരിചയം കിട്ടൂല. അങ്ങനെയുള്ള അമാനത്ത്, അങ്ങനെയുള്ള വിശ്വാസമാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് വിശദീകരിച്ച് സംസാരിക്കേണ്ട സബ്ജക്റ്റാണ് അമാനത്ത് എന്നത്. അടുത്ത ക്ലാസ്സുകളിൽ
വിശദീകരിക്കാനും സംസാരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من ارادنا واراد اسلامنا واراد ديننا واراد دعوتنا واراد بلاد الحرمين واراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي. اللهم اجعل تدبيره تدميرا. اللهم دمره يا قهار واهلكه يا جبار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم آت انفسنا تقواها وزكها انت من زكاها أنت وليها ومولاها. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما والحقنا بالصالحين. اللهم إنا نسألك كل ما سألك به عبدك ونبيك محمد صلى الله عليه وسلم ونستعيذك من كل ما استعاذك منه عبدك ونبيك محمد صلى الله عليه وسلم ونسألك الجنة وما قرب إليها من قول أو عمل ونعوذ بك من النار وما قرب إليها من قول أو عمل. اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشع ونفس لا تشبع وعين لا تدمع ودعاء لا يستجاب. اللهم إنا نعوذ بك من زوال نعمتك وفجاءة نقمتك وتحول عافيتك وجميع سخطك يا أرحم الراحمين. രോഗമുള്ളവരുടെ രോഗത്തെ സുഖപ്പെടുത്തുന്ന രക്ഷിതാവേ, അപ്രകാരം നമ്മിൽ നിന്നിട്ട് മരിച്ചവർക്ക് പുറത്തു കൊടുക്കണം രക്ഷിതാവേ. നാം ഇരിക്കുമ്പോൾ നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. അപ്രകാരം സന്താനങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.